വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ എന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിയൊരു ഐറ്റമാണ്. വേറൊന്നല്ല, മെഷീൻ ക്വിൽറ്റഡ് ആയിട്ടുള്ള കോട്ടൺ ത്രോ. അപ്പം ഹാൻഡിക്രാഫ്റ്റ് പാലസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെയാണ് ഈ ഒരു ക്വിൽറ്റഡ് ത്രോ വരുന്നത്. 1799 ആണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത്. പക്ഷേ എനിക്കിത് മിന്ത്രയിൽ നിന്ന് ഓഫറിന് 1000 റുപ്പീസിനാണ് കിട്ടിയത്. ഇതിൻ്റെ പല കളേഴ്സിലും പല ഡിസൈനിലും ഉള്ള ക്വിൽറ്റഡ് ആയിട്ടുള്ള ത്രോ അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ ചൂസ് ചെയ്തത് ഇങ്ങനൊരു ഡിസൈനാണ്. അതായത് ഫുൾ ഡ്രോയിങ്സ് ആയിട്ട് ഫുൾ ഫ്ലവേഴ്സിൻ്റെയും അതേപോലെ ഫേമസ് ആയിട്ടുള്ളൊരു പെയിൻറ്ററാണ് ഈ ഒരു മെയിനായിട്ടും ഈ ഒരു ഡിസൈനിൽ വരുന്നത്. കുറച്ച് കളർഫുള്ളാണ്. പിന്നെ ഇതിൻ്റെ വാഷിംഗ് ഒക്കെ പറയുകയാണെങ്കിൽ ഹാൻഡ് വാഷാണ് ഇവർ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ നമുക്ക് ഈ ക്വിൽറ്റ് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ നമുക്ക് മനസ്സിലാവും. കുറച്ച് സൂമിനായിട്ട് ഇതിൻ്റെ ഡിസൈനും അതേപോലെ സ്റ്റിച്ചിങ് ഒക്കെ കാണിച്ചു തരാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് സെക്ഷനിലും ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇതിൻ്റെ ഒരു ലെങ്ത്ത് എന്ന് പറയുമ്പോൾ 1.77 മീറ്ററാണ് വരുന്നത്. ആൻഡ് 1.24 മീറ്ററാണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ ഒരു ഡബിൾ കോട്ട് ബെഡിൻ്റെ ഒക്കെ അത്യാവശ്യം ആ ഒരു സൈസിൽ തന്നെയാണ് ഈ ഒരു ത്രോ വരുന്നത്. പിന്നെ ഓവറായിട്ട് കട്ടിയൊന്നുമില്ല, വെയ്റ്റ്ലെസ് ആണ്. പിന്നെ കഴുകി കഴിഞ്ഞാലും അങ്ങനെ പെട്ടെന്ന് ഉണങ്ങുന്ന ടൈപ്പായിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ. കോട്ടൺ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇറിറ്റേഷൻസ് ഒന്നുമില്ല. നല്ല സിമ്പിളായിട്ടും കംഫർട്ടബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവരുടെ സൈഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഇങ്ങനത്തെ പല ഡിസൈൻസിലുള്ള ക്വിൽറ്റഡ് ത്രോ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ പോകുന്നത്. പിന്നെ ഇതിൻ്റെ കളറാണെങ്കിലും അങ്ങനെ ഇളകുന്ന ടൈപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പ് മെറ്റീരിയൽ ആൻഡ് കളറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ എനിക്കിഷ്ടമായി. പക്ഷേ അത് കൂടാതെ ഇപ്പം ഗ്രീനൊക്കെ വരികയാണെങ്കിൽ ഫുൾ ലീഫ് ടൈപ്പ് ഡിസൈൻസൊക്കെയാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഇതിനെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാവുന്നതാണ് കമൻറ്റ് സെക്ഷനിൽ. അതേപോലെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങളിത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ പേരിലേക്ക് ഇത് ഷെയർ ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. അതുപോലെ എൻ്റെ ചാനലിൽ വേറെയും കുറേ വീഡിയോസ് ഉണ്ട്, പ്ലേലിസ്റ്റുകളുണ്ട്. അതൊക്കെ വാച്ച് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. താങ്ക്